ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയാണ് ഭക്തർ. ചരിത്രവും ഐതിഹ്യവും ഇടകലർന്ന് തൊടുപുഴ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് തൊടുപുഴയാറിൻ്റെ തീരത്ത് കിഴക്കോട്ട് ദർശനമായി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ചെമ്പുമേഞ്ഞ ശ്രീകോവിലിനുള്ളിൽ ശ്രീകൃഷ്ണൻ ശിശു സംരക്ഷകനായ ഉണ്ണികൃഷ്ണൻ എന്നാണ് സങ്കല്പം. ആപദ് ബാന്ധവരാണ് തൊടുപുഴ ശ്രീകൃഷ്ണൻ എന്നത് ഏവരുടെയും അനുഭവമാണ്. കിഴക്കോട്ട് ദർശനമായ ക്ഷേത്രത്തിൽ 5 പൂജകളും 3 ശീവേലിയുമുണ്ട്. രൂപം കൊണ്ടും ഭാവം കൊണ്ടും വ്യത്യസ്തനാണ് തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാൻ. നൊന്തു വിളിച്ചാൽ കലർപ്പില്ലാത്ത, അളവില്ലാത്ത, കാരുണ്യമേകുന്ന ഭക്തവത്സനാണ് കൃഷ്ണ ഭഗവാൻ എന്ന് ഐതിഹ്യത്തിലും അനുഭവത്തിലും വ്യക്തമാണ്. ക്ഷേത്ര സന്നിധിയിലെത്തുന്ന തൊടുപുഴയാർ പോലും ഒന്ന് നിന്ന് ഭഗവാനെ പ്രദക്ഷിണം വെച്ച ശേഷമാണ് യാത്ര തുടരുന്നത്. കൊടും വേനലിലും വറ്റാത്ത ജലം പ്രവാഹവും ഭഗവാനെ വന്ദിക്കുന്നു. ഇത് പ്രകൃതിയുടെ പ്രണാമമായി കണക്കാക്കുന്നു. ശിശു സംരക്ഷകനാണ് ബാലഭാവത്തിലുള്ള ഭഗവാൻ. തൃക്കൈയിൽ വെണ്ണയും ത്രിമധുരവുമായി ദർശനമരുളുന്ന ഭഗവാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നവർക്ക് ശാന്തിയും സമാധാനവും നൽകും എന്നതാണ് അനുഭവം. പുള്ളും പ്രാവും സമർപ്പണം. കുട്ടികൾക്കുണ്ടാകുന്ന രാപ്പനി, ദുസ്വപ്നം കണ്ട് പേടിച്ച് കരച്ചിൽ, വിട്ടുമാറാത്ത ബാലരോഗങ്ങൾ തുടങ്ങിയ ബാലപീഡകൾ മാറുന്നതിന് വേണ്ടി പുള്ളും പ്രാവും സമർപ്പിക്കുന്നത് ഇവിടെ മാത്രം കണ്ടുവരുന്ന വിശേഷപ്പെട്ട വഴിപാടാണ്. പക്ഷിപീഡ നിമിത്തം കുട്ടികൾക്കുണ്ടാകുന്ന അസുഖങ്ങളെ ഈ ദേവൻ അത്ഭുതകരമായി ശമിപ്പിക്കുന്നു. വെള്ളി കൊണ്ട് പുള്ളും പ്രാവും അല്ലെങ്കിൽ പുള്ളും മുട്ടയും ഉണ്ടാക്കി നടയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങി കുട്ടികൾക്ക് കൊടുത്താൽ പിന്നീടൊരിക്കലും ആ അസുഖം ഉണ്ടാകാറില്ല. ഭഗവാന് ചാർത്തിയ മാല വാങ്ങി ഗൃഹത്തിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചാൽ അദൃശ്യ ശക്തികൾ മൂലമുണ്ടാകുന്ന ബാലദുരിതങ്ങൾക്ക് ശമനമുണ്ടാകും. ചോതിയൂട്ട്. യതീശ്വരനായ ബ്രാഹ്മണ ഭക്തനെ ഭഗവാൻ ദിവ്യദർശനം കൊടുത്ത ദിവസമാണത്രേ മീനമാസത്തിലെ ചോതി നക്ഷത്രം. ഈ ദിവസം ദേവന്റെ പിറന്നാളായി ആഘോഷിക്കുന്നു. അന്നപ്രാശത്തിന് മുൻപ് കുട്ടികളെ ദേവസന്നിധിയിൽ ദർശനം നടത്തിച്ച് അടിമ കിടത്തി തീർത്ഥവും പ്രസാദവും നൽകിയതിന് ശേഷം ചോറൂണ് നടത്തുന്നതും ഇവിടെ കണ്ടുവരുന്നു. അടിമ കിടക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായാണ് കരുതുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ കുട്ടിയെ തൻ്റെ കളിക്കൂട്ടുകാരനായി സ്വീകരിക്കുകയും അവരെ യാതൊരാപത്തും വരാതെ രക്ഷിച്ച് ആരോഗ്യ സൗഖ്യങ്ങൾ നൽകി രക്ഷിക്കുമെന്നും അനുഭവസമ്പന്നരായ ഭക്തന്മാർ പറയുന്നു. ബാലലീലാ വിനോദ തൽപരനായ ഈ ദേവനെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ചിലതാണ് പാൽപ്പായസ നിവേദ്യവും കദളിപ്പഴവും പഞ്ചസാരയും. പൊതുവെ ചെറിയ കുട്ടികൾക്ക് മധുരപദാർത്ഥങ്ങളോട് ഇഷ്ടം കൂടുമല്ലോ. അതുപോലെ തന്നെയാണ് നെയ്വിളക്ക് തെളിയിക്കലും. തിരുവോണമൂട്ട്. എല്ലാ മാസത്തിലും തിരുവോണത്തിന് ക്ഷേത്രത്തിൽ പ്രസാദഊട്ട് നടത്തിവരുന്നു. ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും പ്രസാദ ഊട്ടിനും വിപുലമായ സംവിധാനമാണ് ദേവസ്വം ഒരുക്കുന്നത്. അന്നദാനം മഹാദാനമാണ്. താൽക്കാലികമായ വിശപ്പും ദാഹവും ശമിപ്പിക്കുക മാത്രമല്ല, യജ്ഞശിഷ്ടമായ നിവേദ്യാന്നം ഭുജിക്കുന്നതുകൊണ്ട് ഭക്തരുടെ കഷ്ടപ്പാടുകൾക്ക് കാരണമായ കർമ്മഫലദോഷം ഭഗവത് അനുഗ്രഹം മൂലം നീങ്ങുക കൂടി ചെയ്യുന്നു. അഷ്ടമി രോഹിണി. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയായ അഷ്ടമി രോഹിണി എല്ലാ വർഷവും വിവിധ പരിപാടികളോടെ ആഘോഷിക്കാറുണ്ട്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഈ സുദിനത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ ദർശിക്കുന്നതിനായി പതിനായിരക്കണക്കിന് ഭക്തജനങ്ങൾ എത്തുന്നു. പാൽപ്പായസവും അപ്പവുമാണ് ഈ സുദിനത്തിലെ വിശേഷാൽ വഴിപാടുകൾ. അർദ്ധരാത്രിയിൽ അവതാര പൂജ ദർശിക്കാൻ ധാരാളം ഭക്തജനങ്ങൾ വ്രതമെടുത്ത് ക്ഷേത്രത്തിൽ എത്താറുണ്ട്. നവരാത്രി ആഘോഷം. ഇവിടെ എല്ലാ വർഷവും നവരാത്രി സമുചിതമായി ആഘോഷിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ അലങ്കരിച്ച് മണ്ഡപത്തിലാണ് സരസ്വതി പൂജ. പൂജവെപ്പ് ദിവസം പകൽ പൂജിക്കാനുള്ള പുസ്തകങ്ങൾ സ്വീകരിക്കുന്നു. ഭക്തജനങ്ങൾ പാരായണം നിത്യം ചെയ്യുന്ന രാമായണാദി ഗ്രന്ഥങ്ങളും താളിയോല ഗ്രന്ഥങ്ങൾ, വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ എന്നിവയെല്ലാം പൂജയ്ക്ക് വയ്ക്കുവാൻ കൊണ്ടുവരുന്നു.
നവരാത്രി കാലം 9 ദിവസവും സംഗീത കച്ചേരികൾ, അഷ്ടപതി, നാദസ്വരം തുടങ്ങിയ നാദോപാസനകളും നടത്തിവരുന്നു. ദേവീ മാഹാത്മ്യ പാരായണം, ദേവീ സ്തോത്ര ജപം തുടങ്ങിയവയും എല്ലാ ദിവസങ്ങളിലുമുണ്ട്. നിത്യവും ഗ്രന്ഥപൂജ കണ്ട് തൊഴുന്നതിനും വിജയദശമി ദിവസം കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും വൻ ഭക്തജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. മണ്ഡലകാലം അതിപ്രാചീന കാലം മുതൽക്ക് തന്നെ ആചരിച്ചു വരുന്ന വ്രതാനുഷ്ഠാന കാലമാണ് മണ്ഡലകാലം. വൃശ്ചികം 1 മുതൽ ധനു 11 വരെ കൂടിയ 41 ദിവസങ്ങളെയാണ് മണ്ഡലകാലം എന്ന് പറയുന്നത്. ഈ ക്ഷേത്രത്തിൽ മണ്ഡലോത്സവം വളരെ പ്രധാനമാണ്. മണ്ഡലകാലത്ത് ക്ഷേത്രത്തിൽ നിറമാലയും ദീപാരാധന ചുറ്റുവിളക്കും നടത്തുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട്.